തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ബ്രദർ ജോസ് പുലിക്കോട്ടിലാണ്. മംഗളവാർത്ത ധ്യാന ടീമിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? സാധാരണ നമ്മൾ പറയുന്നത് ലോട്ടറി അടിക്കവൻ, നിധി കിട്ടിയവൻ, നമുക്ക് അർഹതയില്ലാത്ത സമ്പത്ത് കിട്ടിയ ആൾക്കാരൊക്കെ ഭാഗ്യപ്പെട്ടവരാന്ന് പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തില് ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകത്തിലെ 41 അധ്യായം 1, 2, 3 വാക്യം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ 6 അനുഗ്രഹങ്ങൾ അവന് നൽകപ്പെടുന്നുണ്ട് ദൈവമായ കർത്താവ്. അതിൽ ഒന്നാമത്തത്, കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാ മനുഷ്യർക്കും നമ്മൾ വിചാരിക്കുന്നത് ജനിച്ച അന്ന് മുതൽ മരണം വരെ നല്ല കാലം എന്നാണ്. പക്ഷേ നല്ല കാലം അധികം ആർക്കും ഉണ്ടാവില്ല. കഷ്ടകാലങ്ങളായിരിക്കും കൂടുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. അപ്പോൾ ഏതൊരു മനുഷ്യനും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെറുപ്പം മുതൽ മരണം വരെ സുഖവും സന്തോഷവും സമൃദ്ധിയും സന്തോഷമൊക്കെ അനുഭവിക്കുക എന്നുള്ളൊരു കാലമാണ് എല്ലാവരും ആഗ്രഹിക്കണേ. കഷ്ടകാലം ആർക്കും താല്പര്യമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ചെറുപ്പത്തിൽ കഷ്ടതയിൽ വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ പ്രായം ചെല്ലുമ്പോൾ അവന് സമൃദ്ധിയുടെ കാലഘട്ടമായിരിക്കും. ഇനി കുഞ്ഞുനാളില് സമൃദ്ധിയുടെ കാലഘട്ടത്തിലാണ് അവൻ ജീവിച്ച് വളരുന്നതെങ്കിൽ വയസ്സുകാലത്ത് അവന് കഷ്ടപ്പാടിന്റെ കാലഘട്ടമായിരിക്കും. ഇത് ഒരു ദൈവ നിയോഗം പോലെ കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ കാലഘട്ടത്തിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. പാവപ്പെട്ടവരോട് കരുണ കാണിച്ചാൻ തയ്യാറായാൽ അവന്റെ ജീവനെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരാണ്. 2 വീലറും 4 വീലറും 3 വീലറും ഒക്കെ ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ഈ വാഹനം ഓടിക്കുന്ന വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു തവണയെങ്കിലും മരണത്തെ മുഖാമുഖം കാണാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. എന്നിട്ട് ബ്രേക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ വണ്ടിക്കാർ നമ്മുടെ മേലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ വണ്ടി തട്ടി, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ. അപ്പോ നമ്മള് ശരീരത്തിന്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയാല് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യം കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ മാതാപിതാക്കന്മാര് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ തലമുറ എന്ന് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിറഞ്ഞ വ്യക്തിയായിരിക്കും അവൻ. ഇനി അടുത്തത്, ദൈവം അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയും. നമ്മൾ ശരിക്കും ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ അവരൊന്നല്ല. ദൈവം പറയുന്ന ശത്രു സാത്താനാണ്. നമ്മുടെ ശത്രുവായ പിശാച് ഒടുങ്ങിയിരിക്കുന്ന ആളല്ല. ആ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് അലറി നടക്കുന്നവനാണെന്ന് പറഞ്ഞു. അവന്റെ വായിക്കകത്ത് ചെന്ന് പെടാന്ന് പറഞ്ഞ ഭയങ്കര ദുരിതയായിരിക്കും. അപ്പൊ ശത്രുവിന്റെ കരങ്ങളിൽ അവനെ ഏൽപ്പിക്കുകയില്ല. 5-മത്തത്, കർത്താവ് അവനെ രോഗശയ്യയിൽ ആശ്വാസം നൽകും. എന്ത് രോഗം ഉണ്ടെങ്കിലും ദരിദ്രരോട് ദയ കാണിച്ച്, അതായത് മനുഷ്യരോട് കരുണയും സ്നേഹവും ഉള്ള മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം രോഗാവസ്ഥയായാലും കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലായാലും ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ് പറയുന്നത്. രോഗശയ്യയിൽ അവന് ആശ്വാസം നൽകും. കർത്താവ് അവന് രോഗശാന്തി നൽകും. ധ്യാനം കൂടേണ്ട ആവശ്യമില്ല രോഗശാന്തി കിട്ടാനായിട്ട്. മനുഷ്യരോട് സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും അർഹതപ്പെട്ടതാണ് ഈ രോഗശാന്തി എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ, തൃശ്ശൂര് രൂപതയിലുള്ള ഒരു പള്ളിയിൽ ധ്യാനം നടത്തുമ്പോൾ ഞാൻ ഈ ദശാംശത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജാനകി എന്ന പേരായ ഒരു ഹൈന്ദവ സഹോദരി ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. അവള് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളൊരു ചെറിയ പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ നീട്ടി തന്നു.
എന്നോട് പറഞ്ഞു ഇത് ബ്രദറിനുള്ളതാണ്. അപ്പൊ ഞാൻ കരുതിയത് നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോഴേക്കും ഫലം പുറപ്പെടുവിച്ചു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോ അവിടുത്തെ വികാരിച്ചൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചു എന്താ വേണ്ടത്. അപ്പൊ അച്ഛൻ പറഞ്ഞു വാങ്ങിച്ചോളാം പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അതെന്റെ പോക്കറ്റിൽ വെച്ച് 100 ഒരു നോട്ട്. എന്നിട്ട് ഞാൻ ഈ ജാനിയോട് ചോദിച്ചേ, നിനക്ക് ഇത് നീ എത്ര നാളായി നീ ദശാംശം മുടക്കാൻ തുടങ്ങിയിട്ട്? എന്റെ ധ്യാനത്തിൽ ക്ലാസ് കേട്ടിട്ടാണോ ഇത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ അവള് പറയാം, കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദശാംശം കൊടുക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അക്രൈസ്തവ കൂലിപ്പണിക്ക് പോകുന്ന ജാനകി എന്ന് പറയുന്ന ഒരു സഹോദരി ധ്യാനത്തിൽ വെച്ചിട്ട് വചനം പറഞ്ഞപ്പോൾ, ദശാംശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 100 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ അനുമതിയോടെ ഞാൻ 100 രൂപ വാങ്ങിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾ എത്ര നാളായി ദശാംശം മുടക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ അവള് പറയാം 8 കൊല്ലായി. അപ്പൊ ഞാൻ അതിന്റെ വിവരങ്ങൾ ചോദിച്ചു അറിയുമ്പോൾ അവള് പറയാണ്, എൻ്റെ ഭർത്താവിന്റെ പേര് ശങ്കരൻ എന്നാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശങ്കരൻ TB രോഗിയാണ്. TB രോഗി. വർഷങ്ങളായിട്ട് തൃശ്ശൂര് തട്ടലട ഹോസ്പിറ്റല്, നെഞ്ചുരോഗാശുപത്രി, അവിടെ ചികിത്സയിലാണ്. കൊല്ലത്തിൽ 2 വട്ടം ചെക്കപ്പിന് പോകണം. ഈ രോഗം മരുന്ന് കഴിച്ചിട്ട് മാറണില്ല. അപ്പോഴാണ് വചനോത്സവ മാസികയില് ധ്യാനം കൂടിയപ്പോ നെഞ്ചുരോഗം, TB രോഗം മാറിയതായിട്ടൊരു സാക്ഷ്യം ഒരു ക്രിസ്ത്യാനി ചേട്ടത്തി അത് കണ്ടു, വായിച്ചു. അപ്പൊ ഈ ശങ്കരൻ ചേട്ടന് TB രോഗമല്ലേ, ഇവരോടൊന്ന് ധ്യാനം കൂടാൻ പറയാന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടത്തിയാര് വചനോത്സവമായിട്ട് ഈ ജാനിയുടെ വീട്ടിൽ വന്നു. ജാനിയോട് പറഞ്ഞു, നിന്റെ കെട്ടിയോന് വർഷങ്ങളായിട്ട് TB രോഗമല്ലേ, ഇതിലിങ്ങനെ ഒരു TB രോഗം മാറിയ ഒരു ചേട്ടന്റെ സാക്ഷിയുണ്ട്, നീ അവനെ കൂട്ടിയിട്ടൊന്ന് ധ്യാനത്തിന് പോകും. അങ്ങനെ ആരോടും പറയാതെ ജാനകിയും ഭർത്താവ് ശങ്കരനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. ശങ്കരൻ ചേട്ടൻ കിടന്ന് ധ്യാനം കൂടി, ജാനകി ഇരുന്ന് ധ്യാനം കൂടി. പക്ഷെ അവിടെ ഒരു അത്ഭുതം ഈ ശങ്കരൻ ചേട്ടന്റെ രോഗത്തിനുണ്ടായില്ല. അങ്ങനെ ജാനകി ഭർത്താവിനോട് പറഞ്ഞേ, ചേട്ടൻ വിഷമിക്കേണ്ട, ചേട്ടന്റെ രോഗം മാറ്റാനുള്ള മരുന്ന് കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹൈന്ദവ സഹോദരിയാണ്, വിദ്യാഭ്യാസമൊന്നുമില്ല, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഈ കൊട്ടയില് മണ്ണ് ചുമന്ന് ടിപ്പറിലോടിക്ക് കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് അത്. അപ്പോ ഭർത്താവ് പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നു. ഈ ജാനകി എന്താ ചെയ്തതെന്ന്, ഈ വചനാണ് അവളുടെ ഹൃദയത്തിൽ കർത്താവ് എഴുതി, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. ദൈവം അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയിൽ ആശ്വാസം നൽകും. കർത്താവ് അവന് രോഗശാന്തി നൽകും. ഈ ഒരു വചനം ദൈവമായ കർത്താവ് ഈ ജാനകിയുടെ ഹൃദയത്തിൽ സുവർണ ലിപികളാൽ എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, അതനുസരിച്ച് ജാനകി വീട്ടിൽ വന്നു. ഈ കുട്ടിക്കൂറായുടെ പൗഡർ ഉണ്ട്, കുട്ടിക്കൂറായുടെ പൗഡർ, അതിന്റെ വലിയ കുറ്റിയുടെ പൗഡർ ഉണ്ട്. അങ്ങനത്തെ കാലി പാത്രം എടുത്തിട്ട് അതിന്റെ മുഖം വെട്ടുകത്തിയോണ്ട് വെട്ടിപ്പൊളിച്ച് മണ്ണിൽ കുഴിച്ചിട്ടു. അന്ന് ഇവൾക്ക് ഈ മണ്ണ് ഇടാൻ പോയ ജോലിക്ക് കിട്ടുന്ന 60 രൂപയാണ്. ആ 60 രൂപയിൽ നിന്നും 6 രൂപ അവള് 10% ദശാംശം ഈ ചെപ്പിലിട്ട്. അങ്ങനെ അത് ചെപ്പ് നിറയുമ്പോൾ അത് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരിക്കലുകൊണ്ട് പുറത്തേക്ക് പൈസ എടുത്തിട്ട് ആ പൈസ ഇടവക വികാരിച്ചെന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറയും, മോളെ ഇവിടെ നീ ദശാംശം തരേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് നിനക്കാണ് ഞങ്ങൾ സഹായിക്കുന്നത്, നീ വളരെ പാവപ്പെട്ട വീട്ടിലെ മക്കളും ഇല്ല. അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ അത് നോക്കണ്ട, ഇത് ഏതെങ്കിലും എന്നേക്കാൾ ദാരിദ്ര്യം കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ അച്ഛൻ അത് വാങ്ങിക്കാറുണ്ട്. ആ പള്ളിയിലാണ് ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നത്. അപ്പോൾ ഇവള് പറയാണ്, ഞാൻ 6 മാസം ഇങ്ങനെ ദശാംശം കൊടുത്തതിന് ശേഷം എൻ്റെ ശങ്കരജാന്റെ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. അന്ന് കഫം രക്തമൊക്കെ പരിശോധിക്കും. ആ ദശാംശം കൊടുക്കാൻ തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പിന് ഞാൻ പോയപ്പോൾ അവർ പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ TB രോഗം പൂർണ്ണമായിട്ടും കർത്താവ് സുഖപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലായി, ദരിദ്രരോട് ദയ കാണിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ശാരീരികമായ രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. മാത്രമല്ല, ആ പാവപ്പെട്ടവരോട് കരുണ കാണിച്ചതിന്റെ പേരിലാണ് ഒരു മനുഷ്യന് അന്തിമ വിധിയിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തില് അന്തിമ വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും, ജനിച്ച് മരിച്ചു പോയവരും സകലരും ജീവിച്ചിരിക്കുന്നവരെയും ദൈവമായ കർത്താവ് തന്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. വലിയൊരു സമ്മേളനം പോലെയാണ്. കോടാനുകോടി മനുഷ്യരുണ്ടാവും. അതിൽ നന്മ ചെയ്തവരെ കർത്താവിന്റെ വലത്ത് ഭാഗത്തും നന്മ ചെയ്യാൻ സാധിക്കാത്തവരെ കർത്താവിന്റെ ഇടത് ഭാഗത്തും നിർത്തും.
ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ നന്മ ചെയ്തവരെ കർത്താവിന്റെ വലതുഭാഗത്തും നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് ചെയ്യാത്തവരെ കർത്താവിന്റെ ഇടതുഭാഗത്തും നിർത്തും. എന്നിട്ട് നന്മ ചെയ്തവരോട് കർത്താവ് പറയണം, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നന്മ ചെയ്തവർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. എന്നിട്ട് കർത്താവ് 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ആശ്വസിപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളുടെ നല്ല മണിമാളികളിൽ എന്നെ കയറി കിടക്കാൻ ഇടന്നത്. അപ്പോൾ ഈ വലതുഭാഗത്തുള്ളവർ ചോദിക്കുകയാണ്, കർത്താവെ, നീ എപ്പോഴാണ് വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, ഉടുതുണിയില്ലാത്തവനായി, രോഗിയായി, കിടപ്പാടമില്ലാത്തവനായി എൻ്റെ മുമ്പിൽ വന്നത്? അപ്പോൾ ഈശോ പറയാണ്, ഈ ചെറിയവർക്ക് നീ കൊടുത്തപ്പോഴൊക്കെ യേശു ക്രിസ്തുവിന് തന്നെയാണ് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത് ഇടതുഭാഗത്തുള്ളവരെ നോക്കി പറയാണ്, ശപിക്കപ്പെട്ടവരെ, ഭൂമിയിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുന്നത്. നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ അവരെ കുറിച്ച് പറയാണ്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്കും പിശാചിനും സജ്ജമാക്കിയിട്ടുള്ള പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകാഗ്നിയിലേക്ക് പോ. എന്നിട്ട് അവരോടും പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് വിശന്നു, എനിക്ക് ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ പരദേശിയായിരുന്നു, കയറി കിടക്കാൻ ഇട തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എൻ്റെ അടുക്കൽ വന്ന് ആശ്വസിപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. അപ്പൊ അവരും ചോദിക്കുന്നുണ്ട്, കർത്താവിന്റെ എപ്പോഴാണ് രോഗിയായി കാരാഗ്രഹത്തിലായി കിടന്ന് വന്ന് ഞങ്ങളുടെ അടുത്തേക്ക്? അപ്പോൾ ഈശോ പറയുന്നത്, ഈ ചെറിയവർക്ക് നീ കൊടുക്കാതിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിന് തന്നെയാണ് കൊടുക്കാതിരുന്നത്. അപ്പോൾ നന്മ ചെയ്തവരുടെ കാര്യം തീരുമാനമായി, നന്മ ചെയ്യാത്തവരുടെ കാര്യം തീരുമാനമായി. നമ്മൾ പരിശോധിക്കണം, ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ എളിയ സന്ദേശം കേട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഞാനേ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ചിന്തിക്കണം, ഞാനേ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരു ദാഹജലം ഒരു ഗ്ലാസ് തൊണ്ട വറ്റി വരണ്ടു വരുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ കൊടുത്താൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ 100 ഇരട്ടിയായി തിരികെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നന്മ ചെയ്യാനുള്ളവരാണ്. നന്മ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, നന്മ ചെയ്യാതിരുന്നാൽ അതിന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.